ഓസ്ട്രേലിയയിൽ അവിടെ ക്യൂൻസ്ലാൻഡിൽ ടോയ എന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരിക്കൽ ഒരു ബീച്ചിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിലൊരു നായ. ആ നായ എതിരെ വന്ന ആളെ നോക്കി കുരച്ചു. അതിൽ പ്രകോപിതനായി ഒരു ഇന്ത്യക്കാരനായിരുന്നു നഴ്സ് അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. എത്രയോ നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു നമുക്ക് ചുറ്റും. ആ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുകയാണ് ടുഡേ അവർ. സ്വാഗതം. ഓസ്ട്രേലിയൻ സ്ത്രീയെ ആ ഇന്ത്യൻ നഴ്സ് കൊന്നത് അതിനിഷ്ഠൂരമായി. കഴുത്തറുത്തും നെഞ്ചിൽ കുത്തിയും കൊലപാതകം. പ്രതി കുറ്റക്കാരനെന്ന് ഓസ്ട്രേലിയയിലെ സുപ്രീം കോടതി. ഒക്ടോബറിലായിരുന്നു ആ സംഭവം. 22-ാം തീയതി കെയ്ൻസ് എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള വാങ്കട്ടി എന്നൊരു ബീച്ച്. ടോയ കോഡിംഗ്ലി, ആ പെൺകുട്ടിയുടെ പേര് അതായിരുന്നു. അവളെ മരിച്ച നിലയിൽ ആ ബീച്ചിനുള്ളിൽ തന്നെ, ബീച്ചിന് സൈഡിൽ തന്നെ കുഴിച്ചിട്ട നിലയിലാണ് അവളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്ത്യൻ വംശജനായിട്ടുള്ള 41 വയസ്സുകാരൻ രാജ്വീന്ദറാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് വ്യക്തമായി. ഇയാളൊരു നഴ്സായിരുന്നു. ബീച്ചിൽ വെച്ച് നടന്ന വാക്കുതർക്കത്തിന് പിന്നാലെ കൊലപാതകമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്താണെന്ന് ശരിക്കും സംഭവിച്ചത്? അന്ന് ഭാര്യയുമായി വഴക്കുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഈ രാജ്വീന്ദർ ബീച്ചിലേക്ക് പോയത്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അയാൾ കയ്യിൽ ഒരു കത്തി കരുതിയിരുന്നു. ഈ സമയത്താണ് ഫാർമസി ജീവനക്കാരിയായിട്ടുള്ള ടോയ കോഡിംഗ്ലി തന്റെ നായയുമായി ബീച്ചിൽ നടക്കാനിറങ്ങുന്നത്. ടോയുടെ നായ രജ്വീന്ദർ സിംഗിനെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ഇതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായി. രജ്വീന്ദർ തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അവളെ കുത്തി ബീച്ചിൽ തന്നെ കുഴിച്ചിട്ടു. നായയോ ആ ബീച്ചിൽ അവൾ കിടന്ന ആ കുഴിക്ക് സമീപം ഒരു മരത്തിൽ കെട്ടിയിട്ടു. അയാൾ കൊലപാതകം നടന്നു. 2 ദിവസം കഴിഞ്ഞതോടെ ഇയാൾ ഭാര്യയും, അയാൾക്ക് 3 മക്കളുണ്ട്, ഇവർ 4 പേരെയും ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് കളഞ്ഞു. കാരണം അയാൾക്കറിയാം പോലീസ് ഇയാൾക്ക് പിന്നാലെ എത്തുമെന്ന്. സ്വന്തം ഭാര്യയോടും മക്കളോടും പറഞ്ഞത് മുത്തച്ഛന് സുഖമില്ല, അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ മുത്തച്ഛനെ കാണാൻ വേണ്ടി പോയ രജ്വീന്ദർ സിംഗ് പിന്നെ അയാളെ പറ്റി ഒരു വിവരവുമില്ല ഈ കുടുംബത്തിന്. നാട്ടിലെത്തിയ ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെടാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. കൊലപാതകം നടന്ന ഏതാണ്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ രജ്വീന്ദറാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായി. അങ്ങനെ രജ്വീന്ദറിനായി പോലീസ് നോട്ടീസ് ഇറക്കി. ക്യൂൻസ്ലാൻഡ് പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര വലിയ പാരിതോഷികം ഒരു പ്രതിക്കായി, ഒരു ക്രിമിനലിനായി പ്രഖ്യാപിക്കുന്നത്. എത്രയാണെന്നോ? 1 മില്യൺ, $1 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറായിരുന്നു ക്യൂൻസ്ലാൻഡ് പോലീസിന്റെ ആ പാരിതോഷികം. ഈ കേസിലാണ് സുപ്രീം കോടതിയിൽ ശിക്ഷാവിധി നടന്നത്. അന്നത്തെ സംഭവത്തെ പറ്റി പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നു. Hundreds of police were involved in this investigation who completed more than 3,000 investigative tasks, and the investigation saw the first ever $1 million reward granted. അങ്ങനെ ഇയാൾ 2018-ൽ കൊലപാതകം നടത്തി ഇയാൾ മുങ്ങി. പിന്നെ ഇയാളെ പറ്റി ഒരു വിവരമില്ല. 4 വർഷത്തിലേറെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. എവിടെയായിരുന്നു ഇയാൾ? ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു, പക്ഷേ സ്വന്തം നാട്ടിലല്ല. ഇയാളെ പിടികൂടുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിൽ അവിടെ ഒരു സിഖ് ക്ഷേത്രത്തിൽ വെച്ച് ഇയാളെ പിടികൂടുന്നു. ഇനി ഈ ശിക്ഷാവിധി വായിച്ചപ്പോൾ, ഇയാൾ കുറ്റക്കാരനാണെന്നുള്ള കുറ്റപത്രം ജഡ്ജി വായിച്ചപ്പോൾ, ആ പാവം പെൺകുട്ടിയുടെ അച്ഛൻ വികാരഭരിതനായി. നീ നരകിക്കും, നീ നരകിച്ചേ മരിക്കൂ എന്നായിരുന്നു ആ കൊലപാതകിയോട് അവളുടെ അച്ഛന്റെ ആദ്യ പ്രതികരണം. Today's verdict has delivered a form of justice, but for us there can never be true justice as we now live in a world without Toya, and the world is a poorer place for it. ഈ ലോകം അത് നല്ലതല്ല. ഞങ്ങൾക്ക്
ഇന്നത്തെ ദിവസം അത് നീതി നടപ്പാകുന്നതിന്റെ ദിവസമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ലോകം ഇഷ്ടമല്ല, കാരണം ഞങ്ങളുടെ ടോയിയെ നഷ്ടമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക പ്രയാസകരമാണെന്നായിരുന്നു ആ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്തായാലും ടോയുടെ ഫോൺ ലൊക്കേഷനും ഈ രജ്വീന്ദർ സിംഗിന്റെ കാറിന്റെ സഞ്ചാരവും ഒക്കെ ചേർത്ത് നോക്കിയാണ്, ഒത്തുവെച്ചാണ് പോലീസ് ഈ പ്രതിയിലേക്ക് അനായാസം എത്തിയത്. ഇതിന് പിന്നാലെ ക്വീൻസ്ലാൻഡിൽ വലിയ പ്രതിഷേധമുയർന്നു. സ്ത്രീ സുരക്ഷ അത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ വലിയ പ്രതിഷേധങ്ങളിലൊന്ന്. ഇനി അവളുടെ അമ്മയോ വല്ലാതെ തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോഴും അവർ ആ ആഘാതത്തിൽ നിന്ന് കരകയറിയിട്ടില്ല എന്ന് ഇന്ന് കോടതിക്ക് മുന്നിലെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. Today is a big piece of this journey that needed an ending, and most of all, justice for our Toya. As far as the person who committed this murder and inflicted a horrible death on our daughter, it will never be forgiven by us. We will never forget this lovable, innocent, full of life young woman, and we will always wonder what could have been if her life was not cut so short. ആ അമ്മ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളൊരു കൊലപാതകം മാത്രമല്ല ചെയ്തത്, നിങ്ങൾ വിലപിടിപ്പുള്ള ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ വിലപിടിപ്പുള്ള കാര്യം ഞങ്ങളുടെ മകളാണ്. അവളുടെ സാമീപ്യം, അവളുടെ സ്നേഹമൊക്കെയാണ് നിങ്ങൾ അന്ന് ആ ബീച്ചിൽ തോന്നിവാസം കൊണ്ട് നിങ്ങൾ കവർന്നെടുത്തത് എന്നാണ്. എന്താണല്ലോ ന്യൂഡൽഹിയിലെ സിഖ് ഗുരുദ്വാരയിൽ വെച്ച് ഡൽഹി പോലീസാണ് ഈ രജ്വീന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് ഇയാളെ നാട് കടത്തുകയാണ് നമ്മൾ ചെയ്തത്. വിധി പ്രസ്താവിച്ച ജഡ്ജി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഇയാൾ അതുവരെ ആരും കരുതാത്തൊരു കാര്യം, അന്ന് ആ ബീച്ചിൽ വെച്ച് ഒരു ലൈംഗിക അതിക്രമം രജ്വീന്ദർ ആ പെൺകുട്ടിയുടെ നേരെ, ടോയുടെ നേരെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ആ ജഡ്ജി ഇന്ന് ആ ന്യായപീഠത്തിലിരുന്ന് സംസാരിച്ചത്. Rajwinder Singh, I'm sentencing you for the murder of Toya Cordingley. This was a shocking and sickening episode of violence, cruelty and depravity perpetrated by you, culminating in the senseless killing of an innocent young woman who was a total stranger to you. The obvious explanation that comes to mind is that Ms. Cordingley caught you where you approached her while you were engaged in some kind of activity of a sexual or perverted nature. You took flight like a gutless coward, lying to your friends, your family and your work about the reasons for your hasty departure. Your only concern was to save your own skin. ഏതാണ്ട് 80-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. അതിനൊടുവിലാണ് ആ കുറ്റപത്രത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നത്. സാക്ഷി വിസ്താരത്തിൽ ഈ കൂടെ ജോലി ചെയ്തവരൊക്കെ പറയുന്നത് മറ്റൊരു കാര്യമാണ്, ഇയാൾ ഒരു ഗംഭീര കക്ഷിയാണ് എന്നുള്ളതായിരുന്നു. അത്രമാത്രം ഭംഗിയായിട്ട് ഇയാൾ കാര്യങ്ങൾ പെരുമാറിയിരുന്നു. ജോലിയിൽ വളരെ മിടുക്കനായിരുന്നു. ഒരിക്കൽ പോലും അവർക്കൊരു ദുരനുഭവം രജ്വീന്ദറിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും ഇത്രമാത്രം ക്രൂരത കാഴ്ചവെച്ച അയാൾ, ഒരു രാജ്യത്തിൻ്റെ പേര് തന്നെ ലോകത്തിന് മുന്നിൽ അപമാനിച്ച അയാൾ ഇനി ഓസ്ട്രേലിയയിലെ ആ ജയിലിൽ തന്നെ കിടക്കട്ടെ. കാരണം അത്രമാത്രം വലിയ ക്രൂരതയാണ്. ഒന്നും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ, ഒരു സാധു പെൺകുട്ടിയെ നിഷ്ഠൂരം കൊന്ന ബീച്ചിൽ കുഴിച്ചു മൂടിയത്.